നമ്മൾ ആദ്യം നിയമസഭയിലേക്ക് പോവുകയാണ്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സംസാരിക്കുന്നു, കേൾക്കാം. GSDPയും ഡെറ്റും തമ്മിലുള്ള റേഷ്യോ കൂടുകയാണ്. ഇതൊരു അപകടകരമായ സ്ഥിതിയാണ്. ഇതിപ്പോ നമ്മൾ പരിഹരിച്ചില്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ രണ്ട് രീതിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്ന്, നമുക്കൊരു നിവൃത്തിയില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഒന്നും ചെയ്യാതെ നിസ്സഹായരായി നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. അതിനധികം വർഷങ്ങൾ വേണ്ട, വിരലിലുണ്ടാവുന്ന വർഷങ്ങൾ മതി നമുക്ക്. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഒരു എന്താ നമ്മൾ പറയില്ലേ, വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എവിടെയെങ്കിലും പോയി ഇടിച്ചു നിൽക്കും എന്ന് പറയും. ഈ പോക്ക് എവിടെയെങ്കിലും പോയി ഇടിച്ചു നിൽക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ഘട്ടത്തിൽ, അത്യാവശ്യ കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്തൊരു ഘട്ടത്തിലേക്ക് ആ വണ്ടി ഇടിച്ചു നിൽക്കാതെ ആ വണ്ടി അനസ്യൂതം യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ്, പ്രിപ്പറേഷൻസ് ആണ് നമ്മൾ നടത്തേണ്ടത്. ഏർലി പ്രിപ്പറേഷൻസ് ആണ് നമ്മൾ നടത്തേണ്ടത്. ഞാൻ ഇപ്പോഴും കരുതുന്നില്ല വല്ലാതെ വൈകി എന്ന് ഞാൻ കരുതുന്നില്ല, ഞങ്ങൾ ആരും കരുതുന്നില്ല. പക്ഷേ ഇനിയും വൈകാൻ നമുക്ക് പാടില്ല. അതുകൊണ്ട് നമുക്ക് വേണം, ശരി, നമ്മൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചുകൊണ്ടെന്ന് ആവർത്തിക്കുന്നില്ല, നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് വേണം. ഇവിടെ പറഞ്ഞല്ലോ വ്യവസായ മന്ത്രി, പണം ഉണ്ടാകണം, ആക്ടിവിറ്റി ഉണ്ടാകണം, ഇക്കണോമിക് ആക്ടിവിറ്റി ഉണ്ടാകണം. അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞത് റെമിറ്റൻസ് ഇക്കോണമി, അതായിരുന്നു ബാക്ക് ബോൺ എന്ന് അവകാശപ്പെട്ടിരുന്നത്. അവിടെ ജോലി നഷ്ടപ്പെട്ട ആളുകൾ തിരിച്ചു വരുന്ന ഒരു സാഹചര്യം ഏത് ഘട്ടത്തിലും ഉണ്ടാവാം. ഇപ്പൊ തന്നെ ഒരു യുദ്ധം നമ്മുടെ തലയ്ക്ക് മീതെ നിൽക്കുകയായിരുന്നു. എത്ര ബിസിനസ് സ്ഥാപനങ്ങളാണ് തകർന്നത്, അതിന്റെ ഇമ്പാക്ട് എന്തായി? ഗ്ലോബൽ വില്ലേജ് ആണ്. ചെറിയൊരു പ്രശ്നം എവിടെയെങ്കിലും ഉണ്ടായാൽ അതിന്റെ പരിണത ഫലം ഉണ്ടാകും. അവിടെ ഇനിയും കൂടുതൽ ആളുകൾക്ക് ഈ ഗൾഫ് നാടുകളിൽ ജോലിക്കുള്ള അവസരമുണ്ടോ? കുറെ ആളുകൾ തിരിച്ചു വരും, അവരെ നമുക്ക് റീഹാബിലിറ്റേറ്റ് ചെയ്യണം. അവരയക്കുന്ന പണത്തിന്റെ തോത് കുറഞ്ഞു വരും. ആ റെമിറ്റൻസ് എക്കോണമിയെ ഇപ്പോൾ തന്നെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഇക്കോണമി ആക്കി അതിന്റെ ഒരു പെർസെന്റേജ് കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി, കേരളത്തിൽ എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യാൻ, കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്താൻ, ഗുണപ്പെടുത്തുന്ന രീതിയിലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. റെമിറ്റൻസ് ഇക്കോണമി ഈ ഇൻവെസ്റ്റ്മെന്റ് ഇക്കോണമിയായി മാറണമെന്ന് നമ്മൾ ആരും ഇതുവരെ പരിശോധിക്കാത്തൊരു കാര്യമുണ്ട്. പണം ഉണ്ടാകണമല്ലോ, പണം ഉണ്ടായാലേ കറൻസിയുടെ മാജിക് എന്താണ്? എന്റെ കയ്യിൽ നിന്നും നിങ്ങളുടെ കയ്യിലേക്കും, നിങ്ങളുടെ കയ്യിൽ നിന്നും മൂന്നാമന്റെ കയ്യിലേക്കും, മറ്റുള്ളവരുടെ കയ്യിലേക്കും കൈമാറ്റം ചെയ്യപ്പെടേണ്ട ഒരു വിനിമയ മാധ്യമമാണ് കറൻസി. ആ കറൻസി ഇല്ലാതായാലോ ലിക്വിഡിറ്റി ക്രഞ്ചാണ്, ആക്ടിവിറ്റി ഇല്ലാതാവും. ആക്ടിവിറ്റികൾ കുറഞ്ഞാൽ ഈ പൈസയുടെ സർക്കുലേഷൻ കുറയും. നമ്മൾ ഈ റെമിറ്റൻസ് എക്കോണമിയെ പറ്റി നമ്മൾ എപ്പോഴും പറയാറുണ്ട്, അവിടെ നിങ്ങളോട് അയക്കുന്ന പണം. നമ്മൾ കേരളം ഇതുവരെ ഞങ്ങൾ പരിശോധിക്കാൻ പോവാണ്. റിവേഴ്സ് റെമിറ്റൻസ് ഉണ്ട് കേരളത്തിൽ, അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ. 4 മില്യനും 5 മില്യനും ഇടയിൽ, 40 ലക്ഷത്തിനും 50 ലക്ഷത്തിനും ഇടയിൽ ആളുകൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന്, ഇതര സംസ്ഥാനങ്ങളിൽ നിന്നൂടെ ജോലി ചെയ്യുന്നുണ്ട്. സർ, അവര് ആഴ്ചയിൽ ഒരു ദിവസം അവർക്ക് കൂലി കിട്ടുന്നത് ശനിയാഴ്ച. വളരെ കുറച്ച് പൈസയാണ് സ്പെൻഡ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് മദ്യപിക്കുന്നതിന്റെ പൈസ മാത്രമാണ് കാര്യമായിട്ട് സർക്കാരിലേക്ക് വരുന്നത്. അത് കുറച്ച് പെർസെന്റേജ് ആണ് അവരില്ലേ. ബാക്കിയുള്ളത് അവര് വളരെ ചെലവ് ചുരുക്കിയാണ് ജീവിക്കുന്നത്. അവര് ഗോതമ്പ് പൊടിയും ഉള്ളിയും സവാള പിന്നെ ദാലുമാണ്, പരിപ്പുമാണ് അവർ വാങ്ങിക്കുന്നത്. അറിയാലോ, പെരുമ്പാവൂരെ മെല്ലക്കൊക്കെ കൃത്യമായിട്ട് വളരെ കുറച്ച് പൈസ സ്പെൻഡ് ചെയ്യും. അവര് നേരത്തെ തിങ്കളാഴ്ച രാവിലെയാണ് അവര് പണം അങ്ങോട്ട് അയച്ചിരുന്നത്. ഇപ്പൊ അവര് ഗൂഗിൾ പേയില് ശനിയാഴ്ച പേയ്മെന്റ് കിട്ടിയാൽ ഉടനെ ഗൂഗിൾ പേയില് അവർ ഈ പൈസ അയക്കുകയാണ്. റിവേഴ്സ് റെമിറ്റൻസ് ആയി. അതായത് ഞാനൊരു ഉദാഹരണം പറയാം. ഒരു 15 കൊല്ലം മുമ്പ് കൊച്ചി നഗരത്തിൽ ഒരു 100 കോടി രൂപയുടെ കെട്ടിടം പണിതാൽ, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് 100 കോടി രൂപയുടെ ഒരു കെട്ടിടം പണിതാൽ അതിൽ 40 മുതൽ 50% വരെ പണം ലേബർ ചാർജായി ഈ തിരുവനന്തപുരം നഗരത്തിലും സമീപ പ്രദേശത്തുമുള്ള തൊഴിലാളികളുടെ വീട്ടിലേക്ക് എത്തുമായിരുന്നോ? 40-50 കോടി, 40% to 50% ആണ് ലേബർ ചാർജ്. ഇപ്പൊ ആ പണം എങ്ങോട്ടാ പോകുന്നത്? ഒറ്റയാളില്ലല്ലോ നമ്മുടെ ആരും, എല്ലാം ഇതര സംസ്ഥാനങ്ങളിൽ വരുന്ന ജീവനക്കാരാണ്. ഈ പറയുന്ന ഈ തിരുവനന്തപുരത്തും അല്ലെങ്കിൽ കൊച്ചിയിലും കേരളത്തിലും സർക്കുലേറ്റ് ചെയ്യപ്പെടേണ്ട പൈസയാണ് റിവേഴ്സ് റെമിറ്റൻസ് ആയിട്ട് ഇതര സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നത്. നമ്മുടെ ഇക്കോണമിയുടെ അടിത്തറമാന്താണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ മറികടക്കാൻ പറ്റും? അവരെല്ലാം പറഞ്ഞുവിടാൻ പറ്റുമോ? പറഞ്ഞുവിടാൻ പറ്റില്ല. ഇവിടെയുള്ള ആളുകൾ വന്ന് ആ ജോലി ചെയ്യില്ല. അതൊരു സിറ്റുവേഷനാണ്. റെമിറ്റൻസിനെ കുറിച്ച് നമ്മൾ അഭിമാനിക്കുകയും കോളർ പൊക്കി കാണിക്കുകയും ചെയ്യുന്ന അതേ അവസരത്തിൽ
അപകടകരമായ ഇക്കോണമിയെ അപകടകരമായി അതിന്റെ അടിത്തറ മാന്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു റിവേഴ്സ് റെമിറ്റൻസ് ഉണ്ട്. ഈ ഗവൺമെന്റ് അത് വിശദമായി പഠിച്ചാൽ ഇക്കോണമിയെ എങ്ങനെയാണ് ബാധിച്ചിട്ടുള്ളത് നോക്കൂ. അപ്പൊ നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താ? നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ പരമാവധി ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരിക. പോർട്ട് സിറ്റി എന്ന് പറഞ്ഞത് നമ്മുടെ ഒരു അഡ്വാൻറ്റേജാ. നമ്മുടെ ഒരു അഡ്വാൻറ്റേജ് എന്താണ്? 600 കിലോമീറ്റർ ദൂരം കടലുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആണ്. ലോകരാജ്യങ്ങളെല്ലാം അത്തരം കടലുകളുള്ള എല്ലാ അഡ്വാൻസ്ഡ് ആയ രാജ്യങ്ങൾ ഇവിടെ പറഞ്ഞു. ദുബായിയുടെ ഇക്കോണമിയെ കുറിച്ച് പറഞ്ഞു. എണ്ണ പറ്റിപ്പോയിട്ടും ദുബായ് നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വ്യവസായ മന്ത്രി എക്സ്പ്ലെയിൻ ചെയ്തത്. ദുബായ് പോർട്ട് ദുബായിയുടെ GDP-യിലേക്ക് കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ 28 to 30%. അതാണ് ഒരൊറ്റ പോർട്ട്. അപ്പൊ ആ പോർട്ട് കേരളം മുഴുവൻ ഡെവലപ്പ് ചെയ്ത് ഇൻവെസ്റ്റ്മെന്റുകൾ കൊണ്ടുവന്ന് നമുക്ക് അതിനെ ഡെവലപ്പ് ചെയ്ത എംപ്ലോയ്മെന്റ് ജനറേഷൻ ഉണ്ടാകും. നമുക്ക് അതിൽ നിന്ന് പണം ഉണ്ടാവും. എക്കണോമിക് ആക്ടിവിറ്റി നടക്കുമ്പോൾ നമുക്ക് പണം ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഡീവിയേറ്റ് ചെയ്ത്, അതുകൊണ്ടാണ് ഏവിയേഷൻ ഹബിനെ കുറിച്ച് ആലോചിച്ചത്, കൂടുതൽ MSME-കളെ കുറിച്ച് ആലോചിച്ചത്. ആ MSME-കൾക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. അതിന് നമുക്ക് പണം വേണം. ലാൻഡ് ബാങ്ക് പോളിസി വേണം. റവന്യൂ മന്ത്രിയോട് പറഞ്ഞു ആ ലാൻഡ് ബാങ്കുകൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഭൂമി ഉപയോഗിക്കാൻ പറ്റുന്നത്. നമ്മുടെ ഇക്വിറ്റി ഇപ്പൊ PPP സംരംഭങ്ങളിൽ നമ്മുടെ ഇക്വിറ്റി ലാൻഡാക്കി മാറ്റണം. ബാക്കി പണം പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് വേണം. അല്ലെങ്കിൽ നമ്മൾ പബ്ലിക് ഇഷ്യൂ കൊണ്ടുവന്ന് NRI ആളുകളുടെ പബ്ലിക് ഇഷ്യൂ കൊണ്ടുവന്നിട്ട് നമുക്ക് അപ്പൊ കുറെ ഇക്കണോമിക് മോഡൽസ് ഗവൺമെന്റ് വളരെ ഗൗരവതരമായി ഒരു 1/2 ഡസനോളം ഇക്കണോമിക് മോഡലുകളെ കുറിച്ച് ആലോചിക്കുകയാണ്. ഗവൺമെന്റ് ഉണ്ട് അവിടെ. ഗവൺമെന്റിന്റെ പ്രസൻസ് ഉണ്ട്, ഗവൺമെന്റിന്റെ കൺട്രോൾ ഉണ്ട്, ഗവൺമെന്റ് ശ്രദ്ധിക്കും. പക്ഷേ ആ ഗവൺമെന്റിന്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് തന്നെ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരാൻ വേണ്ടിയിട്ടുള്ള 1/2 ഡസനോളം എക്കണോമിക് മോഡൽസ് ആണ് ഈ ഗവൺമെന്റ് ഇൻവെസ്റ്റേഴ്സിന്റെ മുന്നിൽ വെക്കുന്നത്. അവര് വന്നു കഴിഞ്ഞാൽ അവര് നമുക്ക് കൺവിക്ഷൻ ഉണ്ട്, നമുക്ക് ബോധ്യപ്പെട്ടത് നടക്കും കേരളത്തിൽ. നമ്മൾ അവരോട് നിങ്ങൾ പോയി നടപടിക്രമങ്ങൾ തുടങ്ങാൻ പറഞ്ഞാൽ അവർക്ക് എത്രയും പെട്ടെന്ന് സഹായിച്ച് അവരുടെ എല്ലാവിധ തടസ്സങ്ങളും വളരെ പെട്ടെന്ന് നീങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം വേണം. അതിനാണ് ഇൻവെസ്റ്റ്മെന്റ് ഇതുണ്ടാക്കിയത്. അപ്പോ അതുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മുടെ വരുമാനം, നമ്മുടെ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കണം. ഞങ്ങള് ടാക്സ് ഡ്രൈവ് നടത്താൻ പോവാ. ടാക്സ് വർദ്ധിപ്പിക്കണം. 1 രൂപ ടാക്സ് ഈടാക്കിയിട്ടില്ല. ആരുടെയും തലയിൽ അഡീഷണൽ ആയിട്ടുള്ള നികുതി ഭാരം കെട്ടിവെക്കാതെ ഒരു ഓൾട്ടർനേറ്റീവ് ആണ് ആലോചിക്കുന്നത്. ഒരു ഓൾട്ടർനേറ്റീവ്. ആ ഓൾട്ടർനേറ്റീവ് ചെയ്യുമ്പോഴും നികുതി വർധനവ് ഉണ്ടാകണം. ടാക്സ് അഡ്മിനിസ്ട്രേഷൻ, നികുതി ഘടന പൂർണ്ണമായി പുനഃസംഘടിപ്പിച്ചുകൊണ്ട്. മുഖ്യമന്ത്രി സഭയിൽ സംസാരിക്കുകയായിരുന്നു. നമ്മുടെ പ്രവാസികളെ എങ്ങനെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ ഭാഗമാക്കണം, അവരാണ് നമ്മുടെ നട്ടിലപ്പോൾ റെമിറ്റൻസ് എക്കണോമിയെ കുറിച്ചുള്ള മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു.